എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദിസ് ഇസ് ക്ലാസ് 12 ഫിസിക്സ് ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലെസൺ നമ്പർ 4. We continue with our discussion on eddy currents. In the last class we discussed what is eddy current. The induced current produced in bulk conductors or pieces of metals when they are subjected to changing magnetic field is called eddy current. These currents circulate throughout the volume of the conductor, forming different closed loops. And the direction of the loop, direction of the current will be such that it obeys Lenz's law. Now, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്ന് കുറച്ച് എഡി കറണ്ടിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് ആദ്യമേ നമുക്ക് കടക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു സിമ്പിൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് എഡി കറണ്ട്. അതിന് think of a simple pendulum, not simple pendulum, a compound pendulum like this. അലൂമിനിയമോ കോപ്പറോ കൊണ്ടുള്ള ഒരു ഡിസ്ക്. എളുപ്പത്തിന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചട്ടുകം അറിയാമായിരിക്കും. ചട്ടുകം സാധാരണഗതിയിൽ സ്റ്റീലോ ചിലപ്പോൾ തടിയോ ഒക്കെ ആവും. നമുക്ക് അലൂമിനിയം കൊണ്ട് അല്ലെങ്കിൽ കോപ്പർ കൊണ്ടുള്ള ഒരു ചട്ടുകം ഇതുപോലെയുണ്ട് എന്ന് കരുതുക. ചട്ടുകത്തിൻ്റെ എൻഡിൽ സ്വിങ് ചെയ്യാവുന്ന പോലെ ഈ പിവോട്ടിൽ സസ്പെൻഡ് ചെയ്തതിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്യാവുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്തു എന്ന് കരുതുക. സോ ദാറ്റ് ഈസ് എ പെൻഡുലം. ഞാൻ അലൂമിനിയം കോപ്പർ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത ഇത് ഫെറോമാഗ്നറ്റിക് അല്ല എന്ന് പറഞ്ഞാൽ മാഗ്നറ്റുമായിട്ട് അത് അട്രാക്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള മെറ്റൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി തൽക്കാലം ഈ മാഗ്നറ്റ് ഇവിടെ ഇല്ല എന്ന് കരുതുക. ഈ മാഗ്നറ്റ് ഇവിടെ ഇല്ല. ഞാൻ എൻ്റെ അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ പെൻഡുലത്തെ ഒരു വശത്തേക്ക് മാറ്റിയിട്ട് വിട്ടാൽ ഇറ്റ് വിൽ ഓസിലേറ്റ് ഫ്രീലി, ബട്ട് സം എമൗണ്ട് ഓഫ് ഡാമ്പിംഗ് വിൽ ബി ദെയർ ബിക്കോസ് ഓഫ് എയർ റെസിസ്റ്റൻസ്. കുറച്ച് കഴിയുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇതേ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിൻ്റെ പോൾ പീസിനിടയിൽ കൂടിയാണ് എന്ന് കരുതുക, ഈ പിക്ചറിൽ കാണുന്ന പോലെ. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണും ഈ ഓസിലേഷൻസ് വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. വരുന്ന വരവിന് മാഗ്നറ്റിൻ്റെ റീജിയനിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ സ്പീഡ് കുറയും. ചിലപ്പോൾ മറുവശത്തേക്ക് ഒരു ഇത്തിരി പോകും, തിരിച്ചു വരുമ്പോൾ അവിടെ നിൽക്കും. ദ ഓസിലേഷൻസ് ആർ ഹൈലി ഡാംപ്ഡ്. ഇത് എഡി കറണ്ടിൻ്റെ ജനറേഷൻ കാണിക്കുന്ന ഒരു സിമ്പിൾ ഡെമോയാണ്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ കെയർഫുള്ളി. ഈ മെറ്റൽ പീസ് അഥവാ നമ്മുടെ ഈ ചട്ടുകം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ബിറ്റ്വീൻ ദി നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഇതൊരു യു ഷേപ്പ് മാഗ്നറ്റ് ആണെങ്കിലും മതി. അല്ലെങ്കിൽ രണ്ട് ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഈ സൈഡിലും മറ്റേ സൈഡിൽ സൗത്ത് പോളിലും വരുന്ന രീതിയിൽ നമ്മൾ ഒരു ക്ലാമ്പിലോ സ്റ്റാൻഡിലോ മൗണ്ട് ചെയ്യുക. അതിന് ഇടയിലൂടെ ഇത് ഓസിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പെൻഡുലം, ദിസ് പീസ് ഓഫ് മെറ്റൽ. As it enters into this region, it is entering from a region of no magnetic field into a region of strong magnetic field. അപ്പോൾ ഈ പെൻഡുലം അല്ലെ നമ്മുടെ മെറ്റൽ പീസ് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നുണ്ട്. whenever there is a change in magnetic field, there will be an induced current, എഡി കറണ്ട് ജനറേറ്റ് ചെയ്യും. ആ എഡി കറണ്ട് ഈ കേസിൽ എഡി കറണ്ട് ഡയറക്ഷനായി കാണിച്ചിരിക്കുക. നിങ്ങൾക്ക് കാണാം ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അതിനകത്ത് എഡി കറണ്ട് ഉണ്ടാകുക. എഡി കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത് എന്തിനാണ്? ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. ചേഞ്ച് ഇൻ ഫ്ലക്സിൻ്റെ കാരണം എന്താണ്? പെൻഡുലം ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പെൻഡുലത്തിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും പെൻഡുലം ഇങ്ങോട്ട് വരുമ്പോൾ അത് റിട്ടാർഡ് ചെയ്യപ്പെടും, സ്പീഡ് കുറയും. മാഗ്നറ്റിക് ഫീൽഡുള്ള ഈ റീജിയനിൽ നിന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം എ റീജിയൻ ഓഫ് സ്ട്രോങ് ഫീൽഡ് ഇൻറ്റു എ റീജിയൻ ഓഫ് ലെസർ ഫീൽഡ് ഓർ നോ ഫീൽഡ്. അപ്പോഴും എഡി കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഡയറക്ഷൻ മാറും എന്ന് മാത്രമേ ഉള്ളൂ. ലെൻസസ് ലോ ഒബേ ചെയ്യണം. പക്ഷെ ഇപ്പോഴും ലെൻസസ് ലോ പറയുന്നത് ഇറ്റ് വിൽ ട്രൈ ടു ഒപ്പോസ് ദി ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓർ ഇറ്റ് വിൽ ഒപ്പോസ് ദി മോഷൻ ഓഫ് ദ പെൻഡുലം. ദ ഫ്രീ സ്വിങ്ങിങ് ഓഫ് ദ പെൻഡുലം ഈസ് ഒപ്പോസ്ഡ് ബിക്കോസ് സ്വിങ്ങിങ്ങിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പെൻഡുലം വളരെ പെട്ടെന്ന് ഡാംപ് ചെയ്ത് ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. ഇത് ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 ഡെമോൺസ്ട്രേഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനതിൻ്റെ ലിങ്ക് നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്തിരി സമയമെടുത്ത വീഡിയോ യൂട്യൂബ് വീഡിയോസ് കാണണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എഡി കറണ്ട് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെറും കഥയല്ല, കാര്യമാണ്, ഫിസിക്സാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും.
ഈ പെൻഡുലം, നമ്മളുടെ ചട്ടുകം ഇങ്ങനെ സ്ലോട്ട് കട്ട് ചെയ്താന്ന് വിചാരിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിസ്കിന് പകരം ഞാനത് കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഈ പെൻഡുലം ഇതിന് പകരം ഈ പെൻഡുലം ഇവിടെ വെച്ചിട്ട് സ്വിങ് ചെയ്താൽ ഡാമ്പിങ് ഉണ്ടാവും, പക്ഷെ ആദ്യമുള്ളത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു വളരെ സിമ്പിൾ ഡെമോ ആണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വീഡിയോസിൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. ടേക്ക് ടൈം. ഒന്നുകിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോസ് കണ്ടിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ശേഷം ആ യൂട്യൂബ് വീഡിയോസ് കാണാനായിട്ട് സമയം ചെലവഴിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. എഡി കറണ്ട്, ഹൗ ടു മിനിമൈസ് എഡി കറണ്ട്. എന്തിനാണ് എഡി കറണ്ട് മിനിമൈസ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ എഡി കറണ്ട് നോർമലി മെറ്റൽസിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ലാർജ്. വൈ? മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. റെസിസ്റ്റൻസ് പറയുമ്പോൾ കറണ്ട് കൂടും. കറണ്ട് കൂടി കഴിയുമ്പോൾ നമ്മൾ ജൂൾ ഹീറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. I²R ഇൻറ്റു ടി ടൈമിൽ I²R ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ഇത് നമ്മൾ കൊടുക്കുന്ന കറണ്ടിൽ നിന്നാണ്. ഇതൊരു ഡിസിപ്പേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് എനർജി ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമർ നമ്മൾ AC സർക്യൂട്ടിൽ വീണ്ടും പഠിക്കും. എങ്കിലും നിങ്ങൾക്കറിയാമായിരിക്കും, ഇലക്ട്രിസിറ്റി ബോർഡ് 11 kV ലൈനിൽ നിന്ന് നമുക്ക് ഡൊമസ്റ്റിക് സപ്ലൈയിലേക്ക് AC വോൾട്ടേജിനെ ലോവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണം. നമ്മളുടെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും, TVയും കമ്പ്യൂട്ടറും ഉൾപ്പെടെ, അതിനുള്ളിലൊക്കെ ചെറിയൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. AC മെയിൻസ് 220 വോൾട്ടിൽ നിന്ന് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ട 6 വോൾട്ടോ 12 വോൾട്ടോ 24 വോൾട്ടോ ഒക്കെ കിട്ടണമെങ്കിൽ ആദ്യം വോൾട്ടേജിനെ, AC വോൾട്ടേജിനെ കുറയ്ക്കണം. അതിനുപയോഗിക്കുന്നതാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിലുള്ളത് ലാർജ് എമൗണ്ട് ഓഫ് കോപ്പർ കോയിലാണ്. ആ കോപ്പർ കോയിലിൽ ട്രാൻസ്ഫോമർ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സോഫ്റ്റ് അയൺ കോർ ആവശ്യമാണ്. ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള പച്ചിരുമ്പ് കൊണ്ടുള്ള ഒരു സോഫ്റ്റ് അയൺ കോർ ഇസ് ദയർ. ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ ചുറ്റുമുള്ള കോയിൽ കൂടി കടന്നു പോകുന്നത് എന്ത് കറണ്ടാണ്? AC കറണ്ടാണ്. AC കറണ്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. മെയിൻസിൽ AC ആണ്, സെക്കൻഡിൽ 50 തവണ ഒരു ഡയറക്ഷൻ, 50 തവണ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ കോയിലിനുള്ളിലിരിക്കുന്ന സോഫ്റ്റ് അയൺ കോർ കാണുന്നത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോറിൽ എഡി കറണ്ട് ഉണ്ടാവും. ആൻഡ് ഇറ്റ് കോസസ് ഡിസിപ്പേഷൻ ഓഫ് എനർജി. ഈ എനർജി നമ്മൾ കൊടുത്ത ഇൻപുട്ട് പവറിൽ നിന്ന്, ഇൻപുട്ട് കറണ്ടിൽ നിന്നാണ് പോവുക. സോ വി നാച്ചുറലി വാണ്ട് ടു മിനിമൈസ് ദിസ്. അത് മിനിമൈസ് ചെയ്യണമെങ്കിൽ എഡി കറണ്ട് കുറയ്ക്കണം. എഡി കറണ്ട് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഈ സോഫ്റ്റ് അയൺ കോർ, തൽക്കാലം ഞാൻ ഈ മൗസ് കയ്യിലെടുത്തിട്ട് ഇതാണ് എൻ്റെ കോയിലിനകത്തിരിക്കുന്ന സോഫ്റ്റ് അയൺ കോർ എന്ന് വിചാരിക്കുക. ഇതിനകത്ത് എഡി കറണ്ട് ഉണ്ടാകുക. ഇതിൽ എഡി കറണ്ട് കുറയ്ക്കണമെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി. ഏറ്റവും എളുപ്പം എന്താണെന്നറിയാമോ? ഇതിനെ ഒരു സോളിഡ് കോറായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഷീറ്റായിട്ട് പേപ്പർ പോലെ, ഇപ്പോൾ നമ്മളൊരു ബുക്കിനകത്ത് 200 പേജിൻ്റെ ബുക്കാണ്, 200 ഷീറ്റുകളുണ്ട്. അതുപോലെ സോഫ്റ്റ് അയണിൻ്റെ ചെറിയ ഷീറ്റുകൾ എടുക്കും. ആ ഷീറ്റുകൾ തമ്മിൽ ഒരു ഇൻസുലേറ്റിംഗ് കോട്ടിംഗ് കൊണ്ട് ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആണ്. എന്നിട്ട് ആ ഷീറ്റിനെ ചേർത്ത് വെക്കും. അപ്പോൾ ഇതൊരു സോളിഡ് കോർ പോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ദർ ആർ ഡിഫറെൻറ്റ് ഷീറ്റ്സ്. അപ്പോൾ ഒരു ഷീറ്റിലുണ്ടാകുന്ന എഡി കറണ്ട് തൊട്ടടുത്ത ഷീറ്റിലേക്ക് കടക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എഡി കറണ്ടിന് ഒരുപാട് ലെങ്ത് ഫ്ലോ ചെയ്യണം. ഓരോ ഷീറ്റിൻ്റെ ഏരിയ, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ ആയിട്ട് നോക്കുമ്പോൾ ഒരു തിൻ ഷീറ്റിൻ്റെ ഏരിയ വളരെ കുറവാണ്. ക്രോസ് സെക്ഷൻ ഏരിയ വളരെ കുറയും. റെസിസ്റ്റൻസ് കൂടും. എഡി കറണ്ട് കുറയ്ക്കാം. സോ ഇൻ ഡിവൈസസ് ലൈക്ക് ട്രാൻസ്ഫോമേഴ്സ്, choke coil, etc., instead of solid soft iron core, what we use is laminated soft iron sheets. നമ്മൾ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ എഡി കറണ്ട് മിനിമൈസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഇൻസ്റ്റെഡ് ഓഫ് സോളിഡ് സോഫ്റ്റ് അയൺ കോർ യൂസ് ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ. ട്രാൻസ്ഫോമറിൽ നമ്മൾ ഈ പോയിന്റ് ഒന്നുകൂടി പറയും. ഇനി നമ്മൾ എഡി കറണ്ടിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യണം. നമ്മൾ എഡി കറണ്ട് മിനിമൈസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എഡി കറണ്ട് വളരെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് കരുതുന്നത്. ദർ ആർ പ്ലെൻറ്റി ഓഫ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഫോർ എഡി കറൻസ്. യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. ഇലക്ട്രോമാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓർ സിംപ്ലി ഇലക്ട്രിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, ഇൻഡക്ഷൻ ഫർണസ്, ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്, സ്പീഡോമീറ്റർ, AC മോട്ടോർ, നമ്മൾ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് വിളിക്കും. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എഡി കറണ്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. നമുക്ക് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. എങ്കിലും ചിലത് പ്രോപ്പർ എഞ്ചിനീയറിംഗ് ഡയഗ്രം ഒന്നുമല്ല, എന്നാൽ ഏകദേശം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഐ വിൽ ഫെമിലിയറൈസ് യു വിത്ത് സം ഡയഗ്രാംസ്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇലക്ട്രോമാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി കാണിച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ 2 വീലുകൾ കാണാം. ഈ ട്രെയിൻ വലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സാധാരണ ബ്രേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? നമ്മൾ കറങ്ങുന്ന വീലിൽ ഒരു ബ്രേക്ക് ഡിസ്ക് ഉണ്ടാവും.
നമ്മുടെ ബൈക്കിനും കാറിനും ഒക്കെ ഉണ്ട്. അല്ല സൈക്കിൾ എടുത്താൽ സൈക്കിളിൻ്റെ ടയറുമായിട്ട് റിമ്മുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ബ്രേക്ക് കട്ടയുണ്ടോയെന്നറിയാം. നിങ്ങൾക്കറിയാം ബ്രേക്ക് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് കട്ട തേഞ്ഞ് തീരും, നമ്മളത് മാറിയിടണം. വെയർ ആൻഡ് ടിയർ ഉണ്ടാവും. കാറിനൊക്കെയാണ് റബ്ബറിൻ്റെ ഒന്നും പോരാ, അവിടെ മെറ്റലും തമ്മിൽ ചേർത്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുക. മെറ്റലും തമ്മിൽ ചേർത്ത് ഫ്രിക്ഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ബ്രേക്കിംഗ് ഇഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ എനർജി വേസ്റ്റേജ് ഉണ്ട്, മെറ്റീരിയലിന് വെയർ ആൻഡ് ടിയർ ഉണ്ട്. ബ്രേക്ക് ഡിസ്ക് ഒക്കെ 10,000, 20,000 അല്ല 30,000 കിലോമീറ്റർ കഴിയുമ്പോൾ കാറിനും ബൈക്കിനും ഒക്കെ ബ്രേക്ക് ഡിസ്ക് റീപ്ലേസ് ചെയ്യണം, തേഞ്ഞ് തീർന്നിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല മെറ്റലും തമ്മിൽ റബ്ബ് ചെയ്ത് ഫ്രിക്ഷൻ വഴി ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ ഒരു സ്മൂത്ത് ബ്രേക്കിങ്ങിനുള്ള ഒരു മാർഗ്ഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിംഗ്. ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. ഈ ട്രെയിനിൻ്റെ ബോഗിയുടെ താഴെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോൾ പീസാണ്. ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ്? സോഫ്റ്റ് ആൻഡ് കോറിന് ചുറ്റും കോയിൽ ഉണ്ടാവും. കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റ് ആയിട്ട് മാറും. ഈ ട്രെയിൻ നിർത്തണം എന്ന് നമുക്ക് തോന്നുമ്പോൾ, ബ്രേക്ക് ചെയ്യും വേണ്ടി വരുമ്പോൾ, വാട്ട് യു ഡു ഇസ് ഈ ഇലക്ട്രോ മാഗ്നറ്റ് യു വിൽ പവർ ഇറ്റ് അപ്പ്. ട്രെയിൻ മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ് റൈറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഓടുന്ന പാളത്തിന് പോലില്ലെന്നറിയാം, ഓവർ ദ റെയിൽ. റെയില് അയണാണ്, മെറ്റലാണ്. അപ്പോൾ ഈ അയൺ അല്ലെങ്കിൽ റെയിൽ മെറ്റലിന് മുകളിൽ കൂടി ഇലക്ട്രോ മാഗ്നറ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദർ ഇസ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. മെറ്റലിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് അഥവാ എഡ്ഡി കറണ്ട് നമ്മളുടെ ഈ പാളത്തിൽ റെയിലുണ്ടാവും. ആൻഡ് വാട്ട് ഡസ് ദാറ്റ് എഡ്ഡി കറണ്ട് ട്രൈ ടു ഡു? ഇറ്റ് ട്രൈസ് ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ട്രെയിനിൻ്റെ ഓട്ടം നിർത്തണം. സോ ദർ ഈസ് എ റിട്ടാർഡിംഗ് ഫോഴ്സ് ഓൺ ദി ട്രെയിൻ. സോ എഡ്ഡി കറണ്ട് വിൽ ഗിവ് യു ദി സഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ഫോഴ്സ്. അങ്ങനെയാണ് ട്രെയിനിനെ നിർത്തുക അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്രേക്കിംഗ്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഫ്രിക്ഷൻ വഴി അല്ലാത്തതുകൊണ്ട് ബ്രേക്കിംഗ് വളരെ ലീനിയർ ആൻഡ് സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കാം. സൗണ്ട് ഇല്ല, ഒച്ച കേൾക്കിയല്ല. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെയർ ആൻഡ് ടിയർ ഓഫ് ദി മെറ്റീരിയൽ ഇല്ല. ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിംഗ്. സമാനമായ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ അടുത്തത് എഴുതിയിരിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ്. നിങ്ങൾ ഗാൽവനോമീറ്റർ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഡിവൈസ് വിച്ച് ഡിറ്റക്ട്സ് കറണ്ട്. ഗാൽവനോമീറ്ററിൽ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയറിൻ്റെ ഒരു കോയിലുണ്ടാവും. ഈ കോയിൽ സാധാരണഗതിയിൽ വൈൻഡ് ചെയ്യുന്നത് ഒരു അലൂമിനിയം ഫ്രെയിമിലാണ്. ചെറിയൊരു കോയിലാണ്, ചെറിയൊരു അലൂമിനിയം ഫ്രെയിമിന് ചുറ്റും വൈൻഡ് ചെയ്യും. ഈ കോയിലിരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന കോയിൽ ഒരു മറുവശത്തേക്ക് കുറച്ചങ്ങ് പോകും, നമുക്ക് തരേണ്ട റീഡിങ്ങും കഴിഞ്ഞിട്ട്, ബിക്കോസ് ഓഫ് ഇനേർഷ്യ. തിരിച്ചു വരുമ്പോൾ ഇപ്പുറത്തേക്ക് കുറച്ചുകൂടെ പോകും. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓസിലേറ്റ് ചെയ്യും. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ടാണ് ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ റീഡിങ് എടുക്കണം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഈ ഓസിലേഷൻ കഴിഞ്ഞിട്ട് നീഡിൽ റെസ്റ്റിലേക്ക് വരണം. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ വെയിറ്റ് ചെയ്ത് നമ്മൾ റീഡിങ് എടുക്കാൻ റെഡിയായി നീഡിൽ റെസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിച്ച കറണ്ട് മാറിയെന്നും വരാം. സോ ഇറ്റ് ഈസ് എ നെസസിറ്റി ദാറ്റ് you want to stop the oscillations without much time delay, or you want to damp the oscillations of the galvanometer coil. Very simple ആണ്. ഈ അലൂമിനിയം ഫ്രെയിം മെറ്റലാണല്ലോ, ആ അലൂമിനിയം ഫ്രെയിം കറങ്ങുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനകത്ത് എഡ്ഡി കറണ്ട് ഉണ്ടാവും. ആ എഡ്ഡി കറണ്ട് എന്തിനാ ശ്രമിക്കുക? ഇതിൻ്റെ ഓസിലേഷനെ നിർത്താനാണ്. ബിക്കോസ് ഓസിലേഷൻ ഈസ് ദ റീസൺ ഫോർ ചേഞ്ച് ഇൻ ഫ്ലക്സ്. അപ്പോൾ അതുകൊണ്ട് ദ എഡ്ഡി കറണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി അലൂമിനിയം ഫ്രെയിം ഓഫ് ദി കോയിൽ opposes the oscillation of the coil, and the coil comes to rest very fast. So that is called a damping of the galvanometer. That is another use, second use. Another is induction furnace. നമ്മൾ മെറ്റലർജിയിൽ ഓറിൽ നിന്ന് മെറ്റൽ പ്രോസസ്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മെറ്റൽ അലോയ്സ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. അലോയ്സ് ഉണ്ടാക്കാൻ 3 മെറ്റൽ ചേർത്ത് ഒരു അലോയ് ഉണ്ടാക്കണമെങ്കിൽ 3ഉം കൂടി, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 മെറ്റലും കൂടി മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതാണ് അലോയ് ഉണ്ടാക്കാനുള്ള സിമ്പിൾ പ്രൊസീജിയർ. മെറ്റലിനെ ഒരുക്കണമെങ്കിൽ യു നീഡ് എ ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് വളരെ സിമ്പിളാണ്. എനിക്ക് മെൽറ്റ് ചെയ്യേണ്ട മെറ്റൽ ഇതാണെന്ന് വിചാരിക്കുക. എല്ലാ മെറ്റലും കൂടെ ചേർത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്യണം. ഇതിനെ ചുറ്റി ലാർജ് എമൗണ്ട് ഓഫ് കോപ്പർ കോയിൽ ഉണ്ടാവും. ഇതെൻ്റെ ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറഞ്ഞ ഈ ഏരിയയാണ്. ആ കോയിൽ കൂടി കടത്തി വിടുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള എ സിയാണ്, ലാർജ് ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി എ സി ഇതിനായിട്ടുള്ള കോയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് എ സിയുടെ ഫ്രീക്വൻസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് എഡ്ഡി കറണ്ട് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കറണ്ട് വിൽ ബി വെരി ലാർജ്. ഇറ്റ് വിൽ ഹീറ്റ് ദിസ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് വിൽ മെൽറ്റ്. ഇതാണ് ഇൻഡക്ഷൻ ഫർണസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. ദ മെറ്റൽ ടു ബി മെൽറ്റഡ് ഈസ് പ്ലേസ്ഡ് വിത്തിൻ എ കോയിൽ
through which you will send a high frequency AC. It sees a magnetic field which varies at a very high frequency. Eddy currents are produced which are large enough to melt it. ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നിങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇൻഡക്ഷൻ ഹീറ്ററിൻ്റെ മുകളിൽ നമ്മളൊരു പാത്രം വെക്കും. ഇൻഡക്ഷൻ ഹീറ്ററിൽ എല്ലാ പാത്രവും ഉപയോഗിക്കാൻ പറ്റുമോ? ഇൻഡക്ഷൻ ഹീറ്ററിൽ യൂസ് ചെയ്യണമെങ്കിൽ കോപ്പർ വെസലോ അലൂമിനിയം വെസലോ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്താൽ വർക്ക് ചെയ്യില്ല. യു നോർമലി യൂസ് അയൺ വെസൽ, ഇരുമ്പ് പാത്രം വേണം. ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ഇൻഡക്ഷൻ ഫർണസ് പോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ പാത്രത്തിൻ്റെ ചൂട് ഭാഗം ചൂടാകണമെങ്കിൽ എഡ്ഡി കറണ്ട് അവിടെ ഉണ്ടാകണം. അവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാകണമെങ്കിൽ ഈ പാത്രത്തിൻ്റെ ബേസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാണണം. ഞാനിവിടെ ഈ ഇൻഡക്ഷൻ ഹീറ്ററിലും ഉണ്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് കോയിലുണ്ട്. അതിൽ കൂടി നമ്മൾ കടത്തിവിടുന്ന ഹൈ ഫ്രീക്വൻസി AC ആണ്. നമ്മൾ കൊടുക്കുന്ന 50 Hz AC ഒരു ഫ്രീക്വൻസി കൺവേർട്ടർ വെച്ചിട്ട് ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റാൻ പറ്റും. ആ ഹൈ ഫ്രീക്വൻസി AC കടന്നു പോകുന്ന ഒരു കോയിലിന് ഇതിന് താഴെ ഉണ്ടാവും. അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് ഈ പാത്രത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തണമെങ്കിൽ ആ പാത്രം ഫെറോ മാഗ്നറ്റ് ആയിരിക്കണം. നിങ്ങൾ മാഗ്നറ്റിസിറ്റി പഠിച്ചിട്ടുണ്ടാവും. ഫെറോ മാഗ്നറ്റിൻ്റെ പ്രത്യേകത ഇറ്റ് വിൽ അട്രാക്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പോൾ ഇവിടെ അലൂമിനിയം പാത്രം വെച്ചാൽ ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാകും. പക്ഷേ അലൂമിനിയം വെച്ചാൽ അലൂമിനിയം വിൽ നോട്ട് അട്രാക്ട് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു ദ ബോട്ടം ഓഫ് ദ വെസൽ. പകരം അയൺ വെസലാണെങ്കിൽ അയണിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അയണിൽ കൂടി കടന്നു പോകും, പെർമിയേറ്റ് ചെയ്യും. ആ ഫീൽഡ് ഹൈ ഫ്രീക്വൻസിയിൽ വേരി ചെയ്യുന്നതാണ് ബിക്കോസ് ഓഫ് ദ AC. അപ്പോൾ ഇവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാവും. ദാറ്റ് എഡ്ഡി കറണ്ട് ഈസ് ലാർജ് ഇനഫ് ടു മേക്ക് ദ വെസൽ ഹോട്ട്. അപ്പോൾ ഇവിടെ അലൂമിനിയം വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഇങ്ങോട്ട് എത്തില്ല എന്നുകൊണ്ടാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് പെർമിയേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ യു റിക്വയർ an iron or a ferromagnetic container. I hope it is clear. Let's move on to the next use. ഞാൻ ബാക്കി യൂസസ് ആദ്യം ലിസ്റ്റ് ചെയ്തായിരുന്നു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് നമ്മൾ പറഞ്ഞു, ഇൻഡക്ഷൻ കുക്കർ ആൻഡ് ഇൻഡക്ഷൻ ഫർണസ്, AC മോട്ടോർ, സ്പീഡോമീറ്റർ, ഇലക്ട്രിസിറ്റി ബോർഡുകാർ നമ്മൾ ഉപയോഗിച്ച ഇലക്ട്രിക്കൽ എനർജി അളക്കാൻ വെച്ചിരിക്കുന്ന കിലോ വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മീറ്റർ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എഡ്ഡി കറണ്ട് വെച്ചിട്ടാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് മെൻ ബൈ എഡ്ഡി കറണ്ട്. മെൻഷൻ 1 or 2 യൂസസ്. ഒരുപാട് ഡീറ്റെയിൽസ് എഴുതാൻ അറിയില്ലെങ്കിലും എൻ്റെ യൂസസ് മെൻഷൻ ചെയ്യാനായിട്ട് അറിയണം. AC മോട്ടോറിൽ AC പാസ് ചെയ്യുന്ന ഒരു കോയിലിൽ ആ കോയിലിൻ്റെ ഒരു പ്രത്യേകതരം വൈൻഡിങ് ഉണ്ട്. ആ വൈൻഡിങ്ങിൻ്റെ ഷേപ്പ് കൊണ്ട് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ആൻഡ് സോ ഓൺ. അതിൻ്റെ നടുക്കാണ് റോട്ടോർ എന്ന് പറയുന്ന കറങ്ങുന്ന സോഫ്റ്റ് അയണിൻ്റെ ഒരു റോഡ് ഇരിക്കുക. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് എഡ്ഡി കറണ്ട് ഉണ്ടാവും. അത് ശ്രമിക്കുന്ന ഇവയുടെ റിലേറ്റീവ് റൊട്ടേഷൻ ഒഴിവാക്കാനാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യും, കാരണം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പിന്നെ റിലേറ്റീവ് മോഷൻ ഒഴിവാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിൻ്റെ ഒപ്പം കറങ്ങുക. ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം റിലേറ്റീവ് മോഷൻ ഒഴിവാക്കണമെങ്കിൽ ഒന്നേ റൊട്ടേറ്റ് ചെയ്യുന്നതിന് നിർത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മളും കറങ്ങിയാൽ മതി. ദാറ്റ് ഈസ് ആക്ച്വലി ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ AC മോട്ടോർ. സ്പീഡോമീറ്ററും ഏതാണ്ടൊക്കെ സമാനമായ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. സോ applications of eddy current and what is eddy current. Make sure that you know the answer to this question on the screen. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മോഷണൽ EMFനെ പറ്റി പറഞ്ഞായിരുന്നു, ഓർക്കുക. മോഷണൽ EMFൽ BVL എന്നൊരു ഇക്വേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? When a conductor of length L moves with a velocity v through a magnetic field which is perpendicular to both velocity and length of the conductor, EMF induced across the length of the conductor is BVL. അതിൽ നിന്ന് 2 പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. സോ ക്വസ്റ്റൻ ഈസ് ഓൺ ദ സ്ക്രീൻ. ഐ വിൽ റീഡ് വൺസ് ഫോർ യു. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ എക്സാമ്പിൾ 6.6 ആണ്. A metallic rod of 1 meter length is rotated with a frequency of 50 revolutions per second, with one end hinged at the center and the other end at the circumference of a metallic ring. The axis of rotation passes through the center of the ring and is perpendicular to its plane. A constant magnetic field of 1 Tesla parallel to the axis is present everywhere. What is the EMF between the axis and the metallic ring?
ചോദ്യം മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി വായിക്കേണ്ടവർ പ്ലീസ് സ്റ്റോപ്പ് ദ വീഡിയോ ആൻഡ് പോസ്റ്റ് ദ വീഡിയോ ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഞാൻ അടുത്ത പിക്ചറിലേക്ക്, അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു വാട്ട് ദ സിറ്റുവേഷൻ ഇസ്. ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. ചോദ്യത്തിൽ പറഞ്ഞത് ഇതാണ്: യു ഹാവ് എ മെറ്റാലിക് റോഡ്. ആ റോഡിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിച്ചോളുക. ഈ റോഡ് ഞാൻ തൽക്കാലം ആംഗുലർ സ്പീഡ് ഒമേഗ എന്നെടുത്തു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. റോഡിൻ്റെ വൺ എൻഡിൽ ആക്സിസ് ആക്കിക്കൊണ്ട് എബൌട്ട് പോയിന്റ് ദ റോഡ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ പ്ലെയിൻ പാരലൽ ടു ഇറ്റ്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇതാണ്, ഈ പേനയാണ് റോഡെങ്കിൽ ഇതിങ്ങനെ കറങ്ങും. ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിൻ്റെ ഔട്ടർ എഡ്ജ് ഒരു സർക്കുലർ റിങ്ങിൽ സ്ഥിരമായി ടച്ച് ചെയ്തുകൊണ്ടാണ് കറങ്ങുക. ആ റിങ്ങാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ സർക്കുലർ റിങ്ങിനെ ടച്ച് ചെയ്തുകൊണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ ആക്സിസ് ആക്കിക്കൊണ്ട് ഈ റോഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ റോഡിൻ്റെ രണ്ടാമത്തെ ഒരു പൊസിഷൻ ഇടയ്ക്ക് ഡോട്ടർ ലൈനിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ഇവിടെ മാത്രമേ വരച്ചുള്ളൂ, പക്ഷെ അതിവിടെ മാത്രമല്ല, ഈ റീജിയനിൽ മുഴുവൻ സ്ക്രീനിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി ഇൻടു ദ സ്ക്രീൻ ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ റോഡ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും റോഡിൻ്റെ ലെങ്തും ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. റോഡിൻ്റെ ലെങ്ത് ഇത് മൂവ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ലീനിയർ വെലോസിറ്റി എടുത്ത് ഇങ്ങോട്ടാണ്, ലൈക്ക് ദിസ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. സോ ഇൻ പ്രിൻസിപ്പിൾ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഫോർ EMF BLV. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഒരു റോഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പോയിന്റിനും സ്പീഡ് ഒരുപോലെയല്ല. ഇവിടുത്തെ സ്പീഡിനേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ സ്പീഡ് വീണ്ടും കൂടുതലാണ്. സോ സ്പീഡ് ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ BLV എന്ന് എഴുതിയ V ഏത് യൂസ് ചെയ്യും? V ഈസ് നോട്ട് ദ സെയിം ഫോർ എവരി സെഗ്മെൻറ്റ് ഓഫ് ദ റോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ റോഡിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് അതിൽ ചെറിയൊരു സെഗ്മെൻറ്റ് എടുക്കും. എന്തിനാണ് ചെറുതാക്കുന്നത്? ഓവർ ദാറ്റ് സ്മോൾ ലെങ്ത് വി ക്യാൻ അസ്യൂം വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്നിട്ട് അതിന് അക്രോസ് ആയിട്ടുള്ള EMF കണ്ടുപിടിക്കും. ദെൻ യു ക്യാൻ ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം ദിസ് എൻഡ് ടു this end. If that is clear, look at this figure. This road is rotating. In a road, I consider a very small segment of length dr, which is at a distance r from the axis of rotation, small r. Axis of rotation, smaller distance, dr length ഉള്ള ചെറിയൊരു സെഗ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ dr ലെങ്തിൻ്റെ ലീനിയർ സ്പീഡാണ് V. ഇങ്ങനെ വളച്ചു വരച്ചെങ്കിലും ഈ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി നേരെ മുകളിലേക്കാണ്. നൗ എക്രോസ് dr, വിച്ച് ഈസ് എ വെരി സ്മോൾ ലെങ്ത്, ഒരു EMF ഉണ്ടാവും. ആ EMF നമുക്ക് D എന്ന് വിളിക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്താ? വി ക്യാൻ യൂസ് BVL, ഒരു സംശയവും വേണ്ട. BVL എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. യൂസിങ് ദ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു BVL. ആർക്ക്? dr ലെങ്തിന് നമ്മൾ യൂസ് ചെയ്താൽ ആ EMFനെ D എന്ന് വിളിക്കുകയാണ്. DE ഈസ് ഈക്വൽ ടു B ഇൻറ്റു ഈ പീസിൻ്റെ വെലോസിറ്റി V ഇൻറ്റു ഈ പീസിൻ്റെ ലെങ്ത്, ആ ലെങ്താണ് dr. ഈ V എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ഓർക്കുന്നുണ്ടെങ്കിൽ at a distance r, if the linear velocity is v, if the angular speed of rotation is omega, v is equal to r omega അല്ലെങ്കിൽ omega into r. ഈ പീസിൻ്റെ ഈ പീസിൻ്റെ അല്ല, ആംഗുലർ വെലോസിറ്റി ഒന്നേ ഉള്ളൂ ഓൾ ത്രൂ ഔട്ട്. ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഇതിൻ്റെ ലീനിയർ വെലോസിറ്റി എത്രയാണ്? ഒമേഗ ഇൻറ്റു ആർ. ഞാൻ ഈ വിക്ക് പകരം ഒമേഗ ഇൻറ്റു ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ എനിക്ക് കിട്ടുന്നു DE is equal to B omega r into dr. ഇത് dr അക്രോസ് ആയിട്ടുള്ള EMF ആണ്. അപ്പോൾ O തൊട്ട് R വരെയുള്ള ഈ ടോട്ടൽ ലെങ്തിൽ EMF കിട്ടാൻ ഞാൻ ഈ DE ഇൻ്റഗ്രേറ്റ് ചെയ്താണ്. എവിടുന്ന് എവിടം വരെ? ലെങ്ത് 0 തൊട്ട് ഇവിടെ എത്തുമ്പോൾ റോഡിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ R അല്ലെ സർക്കിളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിച്ചോളുക. അപ്പോൾ 0 to R ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇത് പറയുന്നത് EMF across entire length of the conductor or between the ring and axis 0 to R B omega R dr. ഇതിനകത്ത് B ഒമേഗയും കോൺസ്റ്റൻ്റ് ആണ്. സോ ഓൺലി വേരിയബിൾ ഈസ് R. R-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ r²/2. So B omega r²/2 between the limits 0 to capital R. 0 to capital R നമ്മൾ ഇന്റഗ്രൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you get B omega r²/2 or half B omega r².
അപ്പോൾ നമ്മൾ പാർഷ്യലി ഒരു സിമ്പിൾ ഡെറിവേഷൻ പോലെ ചെയ്തു. ബി വി എൽ എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുത്തിട്ട് അതിനെ വി കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇൻ്റഗ്രൽ വഴി ഇത് കണ്ടുപിടിച്ചു. നമ്മുടെ പ്രോബ്ലത്തിൽ നിങ്ങൾ ചോദ്യം വായിച്ചത് മറന്നുപോയില്ലെങ്കിൽ നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നത്, വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ഫോർ അസ് എൻ്റെ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി 1 ടെസ്ലയാണെന്ന് പറഞ്ഞിരുന്നു. ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 50 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞത്. ഫ്രീക്വൻസി 50 റെവല്യൂഷൻ ആണെങ്കിൽ ആംഗുലർ സ്പീഡ് 2πf ആണ്. സോ 2π × 50 ആണ്. റോഡിൻ്റെ ലെങ്ത് 1 മീറ്റർ. നൗ ദീസ് ബിയും ഒമേഗയും ആറും ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 157 വോൾട്ട്. മനസ്സിലായി തരും. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. അത് വീണ്ടും വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. പുസ്തകത്തിൽ നോക്കിയിട്ട് മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് അത് കുറിച്ച് എടുക്കുക. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കൂടി കിടക്കാം. ഇത് പുസ്തകത്തിലെ എക്സസൈസ് ആണ്. എക്സസൈസ് 6.10 നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്ന 10ാമത്തെ പ്രോബ്ലമാണ്. എ ജെറ്റ് പ്ലെയിൻ ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് വെസ്റ്റ് at a speed of 1800 km/h. What is the voltage difference developed between the ends of the wing having a span of 25 meter if the Earth's magnetic field at the location has a magnitude of 5 × 10⁻⁴ Tesla and the dip angle is 30 degree? പ്രോബ്ലം ഞാൻ ഒന്നുകൂടി പറയാം. ഇതിലൊരു കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. You have an aircraft. ആ എയർക്രാഫ്റ്റിൻ്റെ വിങ് സ്പാൻ, വിങ്ങിൻ്റെ ഒരേ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്കുള്ള ദൂരം 25 മീറ്ററാണ്. എയർക്രാഫ്റ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. വെസ്റ്റിലേക്കാണ്. സത്യത്തിൽ ഡയറക്ഷൻ ഒരു പ്രശ്നമല്ല. സോ എയർക്രാഫ്റ്റ് ഈസ് ഫ്ലൈയിങ് ടു ദ വെസ്റ്റ്. ഇത് വെസ്റ്റാന്ന് വിചാരിച്ചാൽ മതി. വെസ്റ്റിലേക്ക് പോകുന്നു. വിങ്ങിൻ്റെ ഡയറക്ഷൻ, വിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ പറ്റിയ ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇങ്ങനെ ഒന്ന് പിടിക്കാം. വിങ്ങിൻ്റെ പ്ലെയിനും എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ദേ ആർ പെർപെൻഡിക്കുലർ. മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. വിങ്ങിൻ്റെ പ്ലെയിൻ ഇങ്ങനെയാണ്. സോ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് വെലോസിറ്റി ആർ പെർപെൻഡിക്കുലർ. ഈ എയർക്രാഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമോ എന്നുള്ളതാണ് പ്രശ്നം. കട്ട് ചെയ്ത EMF ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇനി കട്ട് ചെയ്യുന്നത് വെലോസിറ്റിക്കും ലെങ്തിനും, ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിനും ഈ വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് നമുക്ക് വേണ്ടത്. വെലോസിറ്റി, ലെങ്ത്, അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയത് എർത്തിൻ്റെ ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. അതറിയാമെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, B × L × V ചെയ്താൽ മതി. ബിക്ക് ഏത് ബി യൂസ് ചെയ്യണം? എർത്തിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫീൽഡ് യൂസ് ചെയ്യണം. ലെങ്ത് വിങ്ങിൻ്റെ സ്പാൻ യൂസ് ചെയ്യണം. വെലോസിറ്റി എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി യൂസ് ചെയ്യണം. സിമ്പിൾ. നിങ്ങൾ മാഗ്നറ്റിസത്തിൽ ഡിപ്പ് ആംഗിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്ന് എർത്തിൻ്റെ ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡിപ്പ് ആംഗിൾ. അത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എത്രയാണ്? B sin θ. മാഗ്നറ്റിക് ഫീൽഡായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ B sin θ ആണ്. ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ദെൻ യു ക്യാൻ യൂസ് ദ ഏർലിയർ ഇക്വേഷൻ BLV. വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ദി എർത്ത് ഫീൽഡ് ഈസ് B sin θ, അല്ലെങ്കിൽ അതിനെയാണ് ഞാൻ B എന്ന് വിളിക്കുന്നത്. 5 × 10⁻⁴ ആണ് ഫീൽഡിൻ്റെ വാല്യൂ. പക്ഷെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിപ്പ് ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് ഇൻറ്റു sin 30. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട മാഗ്നറ്റിക് ഫീൽഡ്, വെർട്ടിക്കൽ ഫീൽഡ് 2.5 × 10⁻⁴ ടെസ്ല. വെലോസിറ്റി എന്താണ്? എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി 1800 km/h. കിലോമീറ്ററിനെ മീറ്റർ ആക്കി, ഇൻറ്റു 1000 മീറ്റർ, അവറിനെ സെക്കൻഡ് ആക്കി, ആൻഡ് യു വിൽ ഗെറ്റ് 500 m/s. And length of the conductor to be used is span of the wings, and that is 25 meter. So you simply use the equation EMF E is equal to BLV, and then you get as 3.125 volt. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എഡ്ഡി കറന്റ് ഡിസ്കഷനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. എഡ്ഡി കറന്റ് എന്താന്ന് പറഞ്ഞു? ഇൻഡ്യൂസ്ഡ് കറന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ പീസസ് ഓഫ് മെറ്റൽസ് ഓർ ബൾക്ക് കണ്ടക്ടേഴ്സ്
when they are subjected to changing magnetic field is called eddy current. Sometimes eddy currents are undesirable, especially in transformer. To minimize it, what will you do? You will use laminated soft iron core instead of solid soft iron core. പിന്നെന്താ പറഞ്ഞത്? Applications of eddy currents. Several applications. Electric braking or electromagnetic braking, especially trains. Electromagnetic damping of galvanometer. Induction furnace or induction cooker. AC motor or induction motor. Then you have speedometer, electric energy meter, etc. are all applications of eddy current. Then we discussed two problems using the equation for motional EMF BLV. BLV use ചെയ്യുമ്പോൾ ബിയും എല്ലും വിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കണം എന്നുകൂടി ഓർക്കുക. വീഡിയോയുടെ ഒപ്പം തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ക്ലാസ് ഭാഗത്തിൻ്റെ നോട്ടുകൾ എല്ലാ വീഡിയോയിലും നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ഒപ്പം ഞാൻ യൂട്യൂബ് വീഡിയോ സജഷൻസ് കൊടുത്തിരുന്നു. എഡ്ഡി കറണ്ടിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് കാണുക. ആൻഡ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ബോട്ടം കോർണറിൽ ചാനൽ ഐക്കൺ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു എവരി വൺ. Till we see in the next video. Goodbye.